ഈ പൾസർ സുനി ജയിലിൽ അയച്ചതായി പറയപ്പെടുന്ന കത്തടക്കം പുറത്തു വന്നത്. ഇതിൽ ജിൻസൺ അടക്കം മൊഴി നൽകിയിരുന്നു. അതായത് ഇതിൽ പൾസർ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ദിലീപിലേക്ക് മാത്രമായി അറസ്റ്റ് ഒതുങ്ങില്ല എന്നാണ്. നാദിർ ഷായെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. നാദിർ ഷായെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. നാദിർ ഷായെയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആളായ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാദിർ ഷായെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാദിർ ഷായെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഇപ്പോൾ പോലീസ് ക്ലബിലാണ് ദിലീപ് ഉള്ളത്. ഇന്ന് 10 മണിക്കൂറാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് ഈ കാര്യം ചെയ്തത്, കുടുംബപരമായ കാര്യങ്ങളായിരുന്നു നടിക്കെതിരെ നീങ്ങാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് ദിലീപ് സമ്മതിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അല്ലാതെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് അടക്കമുള്ള കാര്യങ്ങളിലെ സാമ്പത്തിക തർക്കങ്ങളായിരുന്നില്ല ഇതിന് പിന്നിലെന്നും ദിലീപ് സമ്മതിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് അജകുമാർ നാദിർ ഷായുടെ അറസ്റ്റും ഉണ്ടാകുമെന്ന സൂചനയാണ്. ഇതിന്റെ കണ്ണികളിലേക്ക് എവിടേക്കൊക്കെയാണ് ഇത് പോകുന്നത്? ഇതിന്റെ മുഴുവൻ കണ്ണുകളിലേക്കും പോകും. കാര്യം ഒരാൾ ബ്രേക്കായി പോയാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. ഈ സാധാരണ ഒരു കുറ്റകൃത്യം ഒന്നിൽ കൂടുതൽ പേര് ചെയ്ത് ഒരാൾ ബ്രേക്കായി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറ്റവാളികൾ കുട്ടയ്ക്കകത്തേക്ക് വരുന്നത് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ടീമിനെയും നമുക്ക് കിട്ടും. ഇന്ന് പുലർച്ചെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഇത് മുഴുവൻ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നാദിർ ഷാ, അപ്പുണ്ണി എന്തായാലും ഉണ്ടായിരുന്നവരാണ്. അപ്പുണ്ണി അതെ. ഇനി ശേഷം ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് വേണമെങ്കിലും പോകാം. പല സ്ഥലങ്ങളിലേക്കും പോകാം. പല തലങ്ങളിലേക്കും ഇത് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇത് വളരെ 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 ദീർഘമായ അന്വേഷണം ഇതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. അത് വ്യക്തമായി അവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബിനിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മുടെ ഗസ്റ്റായിട്ടുള്ള അഡ്വക്കേറ്റ് അജയ്കുമാർ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായ ഒരു അന്വേഷണം തന്നെ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദിലീപിന്റെ അറസ്റ്റിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ ദിലീപിനൊപ്പം ചോദ്യം ചെയ്ത സംവിധായകൻ നാദിർ ഷായെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാദിർ ഷായെയും രഹസ്യ കേന്ദ്രത്തിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെ രണ്ടുപേരെയും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇവർ പോലീസിന് നൽകിയ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികൾ, ഇതെല്ലാം തന്നെ സമഗ്രമായി പോലീസ് വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായെന്ന് പോലീസിന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ദിലീപിനെയും നാദിർ ഷായെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന കാര്യവും നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയിട്ടുള്ളതുമാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ രണ്ടുപേരും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം ഈ ജയിലിൽ നിന്ന് ഇവർക്ക് ഇത്തരത്തിലൊരു ഫോൺ കോൾ വന്നിട്ട് ആ ഫോൺ കോൾ ഇവർ ആദ്യഘട്ടത്തിൽ മറച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ദിലീപ് ഈ കേസിൽ കുടുങ്ങുമെന്ന നിലയിൽ ചില വാർത്തകൾ ചില സോഷ്യൽ മീഡിയകളിൽ അടക്കം തന്നെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇവർ പരാതി നൽകാനായി തയ്യാറായത്. ആ സാഹചര്യം തന്നെയാണ് പോലീസിനെ ഒന്നാമതായി ഈ ഗൂഢാലോചനയുടെ കാര്യത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? അതായത് ഒരു ഹോട്ടലിൽ വെച്ചുള്ള കൂടിയാലോചന, ആ വിവരങ്ങൾ എന്തൊക്കെയാണ്? 2013 ഈ സംഭവത്തിന്റെ ഗൂഢാലോചന നടക്കുന്നത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു റിഹേഴ്സലിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വ്യക്തിവിരോധം സംഭവിക്കുന്ന രീതിയിലേക്കുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചന ആദ്യഘട്ടത്തിലുണ്ടായി. അന്ന് നൽകിയ നിർദ്ദേശമാണ് പൾസർ സുനി പിന്നീട് നടപ്പാക്കിയത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾക്കായി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടനെയാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാദമായ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ദിലീപിനെ ഏത് സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും. അത് വൈകാതെ തന്നെ ഉണ്ടാകും. ആ സമയത്തായിരിക്കും ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുക. എന്തായാലും നമുക്ക് മനസ്സിലാകുന്നത് 4 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു കൊട്ടേഷനാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ആദ്യ ഘട്ടത്തിൽ ഈ ആക്രമണം നടത്താനായി നേരത്തെ സംസ്ഥാനത്തിന് പുറത്തു വെച്ച് പൾസർ സുനി ശ്രമിച്ചിരുന്നു. അന്ന് ഇത് നടന്നിരുന്നില്ല. പിന്നീട് ഫെബ്രുവരി 17 തക്കം പാർത്തിരുന്ന ഈ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പൾസർ സുനി കീഴടങ്ങാനായി കൊച്ചിയിലേക്ക് എത്തുന്നതിന് തലേ ദിവസം
പൾസർ സുനി കാക്കനാട്ടെ കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ വസ്ത്രവ്യാപാര കേന്ദ്രമായ ലക്ഷ്യയിൽ എത്തിയിരുന്നു എന്നാണ് പോലീസിന് പൾസർ സുനി മൊഴി നൽകിയിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ദിലീപിനെയും നാദിർഷയെയും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അവർ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചില മറുപടികളുണ്ട്. ആ മറുപടികൾക്ക് വിരുദ്ധമായ തെളിവുകൾ ഇന്ന് ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലീസ് മുന്നോട്ട് വെച്ചു. ആ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ദിലീപിന്റെ അറസ്റ്റ് ഇന്ന് വൈകിട്ട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്ന വ്യക്തമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ബിനിൽ, ഈ മുൻ DGP, ഇപ്പോൾ വിരമിച്ച DGP തന്നെ ഈ ചില കാര്യങ്ങളിൽ ഈ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. മാധ്യമപ്രവർത്തകരോട് സ്വകാര്യമായിട്ടായാലും ചില അഭിമുഖങ്ങളിലൂടെ ആയാലും അതിൽ പറഞ്ഞ ഒരു കാര്യം 2013 കൊട്ടേഷൻ എന്നാണ് സുനി മൊഴി നൽകിയത്. പക്ഷെ 4 വർഷം കഴിഞ്ഞൊരു കൊട്ടേഷൻ നടപ്പാക്കുമോ? ആ കാര്യത്തിൽ തെളിവുകളുടെ ഒരു പിൻബലമില്ല, അതിൻ്റെ ഒരു ആനുകൂല്യമാണ് തൽക്കാലം ഈ നടനുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ഈ 4 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം ബിനിൽ? ഇക്കാര്യത്തിൽ ഈ കൊട്ടേഷൻ നടപ്പാക്കുന്നതിന് പല വട്ടങ്ങളിലും പൾസർ സുനി ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇതിന്റെ തുടക്കഘട്ടത്തിൽ ഇതിന്റെ ഗൂഢാലോചന നടന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആ ഹോട്ടലിൽ ദിലീപ് ഹോട്ടലുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ വിവരങ്ങൾ ശരിയായിരുന്നില്ല, തെറ്റായ വിവരങ്ങളായിരുന്നു നൽകിയത്. ശരി ബിനിൽ, സാങ്കേതിക പ്രശ്നമുണ്ടത് പരിഹരിച്ചതിന് ശേഷം ബിനിലിലേക്ക് വീണ്ടും എത്താം. ഇപ്പോൾ സംവിധായകൻ ബൈജു കൊട്ടാരക്കര, നടി സജിത മഠത്തിൽ എന്നിവർ ടെലിഫോൺ ലൈനിൽ. ആദ്യം സജിതയിലേക്ക്. സജിത, എന്താണ് ആദ്യത്തെ പ്രതികരണം ഈ വാർത്തയോട്? ായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ദിലീപിന്റെ പേര് പലപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കുമ്പോൾ പോലും അങ്ങനെ ആയിരിക്കില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പം ഇത് ഭയങ്കര ഷോക്കിംഗ് ആണ്. സ്വന്തം സഹപ്രവർത്തകയോട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് പെരുമാറാൻ പറ്റും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ആണ്. അത് ഇൻഡസ്ട്രിയുടെ അവസ്ഥയും കൂടിയാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സജിത, നമ്മൾ കേരളത്തിൽ ധാരാളം ഇത്തരം സംഭവങ്ങൾ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അന്വേഷണം നടന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇത്തരം സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന വിഷയങ്ങളിൽ പ്രതികളാക്കപ്പെടുന്നവർ രക്ഷപ്പെടുന്നു എന്നാണ് പൊതുവിൽ വിമർശനം ഉയരാറ്. ഇവിടെ സ്ഥിതി തീർത്തും ഭിന്നമാണ്. വളരെ പ്രബലരായ ആളുകൾ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിൽ വീണിരിക്കുന്നത്. എന്തുകൊണ്ടാകാം ഇത്? നിശ്ചയമായും മാധ്യമങ്ങളുടെ ഇടപെടലുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോലീസ് വളരെ സ്ട്രോങ് ആയിട്ട് തുടക്കം മുതൽ തന്നെ നിന്നു എന്നുള്ളത്. ഇതിന്റെ ഒരു വലിയൊരു ഭാഗം കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസിനെ തന്നെയാണ്. ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഒന്നുമില്ലാതെ തന്നെ പോലീസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുകയുണ്ടായി. അപ്പൊ അതൊരു വലിയ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആ രീതിയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു പെൺകുട്ടി തന്റെ പീഡനാനുഭവങ്ങൾ, അവളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഈ കേസ് ജയിക്കുക എന്നുള്ളത് ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു പടിയേ ആയിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ വിവാദമായിട്ടുള്ള അറസ്റ്റുകളും ഒന്നും തന്നെ അല്ല ഒരു കേസിന്റെ അവസാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പടിയെങ്കിലും മുന്നോട്ട് പോവാൻ വേണ്ടി, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ കേസിൽ സാധിച്ചു എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വന്തം സഹപ്രവർത്തകൻ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം വേദനയും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വനിതാ കൂട്ടായ്മ സിനിമയിലെ അവർക്ക് കിട്ടിയ ഒരു നീതി, അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ടായ്മയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് എന്തെങ്കിലും തരത്തിൽ ഒരു വ്യക്തിവിരോധത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സംശയങ്ങളെ സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അന്തിമ ഫലം വന്നതും. അതുകൊണ്ട് തന്നെ തുടർന്നും ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങളെ ഈ സംഭവം കൂടുതൽ ശക്തിപ്പെടുത്തുന്നോ അതോ ഈ പ്രബലരാണ്, അവർക്ക് അവരുടെ സ്വാധീനം, അവർ നിയമത്തിൻ്റെ പിടിയിലായാലും ഉണ്ടാകും, അത്തരം ആശങ്കകൾ ആർക്കെങ്കിലും ഉണ്ടാകണോ? സജിതയോട് മാത്രമായിട്ടല്ല ചോദിക്കുന്നത്, ആർക്കെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടോ അത്തരം ഒരു ആശങ്കയുടെ? WCC പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രത്യേക അവസ്ഥയിൽ ഒന്നിച്ചു കൂടുകയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താണ്. ഞങ്ങളൊരു വളരെ ചെറിയ ഒരു തുടക്കക്കാരാണ് ഈ രംഗത്ത്. അതായത് ഞങ്ങൾ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു 3 മാസത്തെ പ്രായമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന വിഷയം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്
വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷയത്തിനോടാണ് ഞങ്ങൾക്ക് തല തല്ലേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു എന്താ പറയുക തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചില സമയത്ത് അന്തിച്ചു നിന്നിട്ടുണ്ട്, ചില സമയത്ത് ഞങ്ങൾ ഫൈറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇനി പുറകോട്ട് പോവലില്ല. അത് എന്ത് രീതിയിൽ ഞങ്ങൾ എഫക്ട് ചെയ്താലും ഞങ്ങൾ ആരും ഇനി ഇതിൽ നിന്ന് പുറകോട്ട് പോവുക എന്നുള്ളത് ഞങ്ങൾ ആരും ആലോചിക്കുന്നില്ല. സജിത, ഒരു കാര്യം കൂടി, ഈ സംഭവത്തിന് ശേഷം സ്ത്രീ കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു അന്തരീക്ഷമാണ് ഇത് ഉണ്ടാക്കുന്നത്? അതായത് നിങ്ങൾക്കിനി മറ്റു ഭയങ്ങളില്ലാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കാം. ആർക്കെങ്കിലും തോന്നുന്ന വൈരാഗ്യം, അതിന് ഇത്ര വില കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഇനി ഉണ്ടാകില്ല. കാരണം ഒരു പൊതുസമൂഹമുണ്ട്, നിയമവൃത്തങ്ങളുണ്ട്, രാഷ്ട്രീയ ഭരണ സംവിധാനമുണ്ട്. ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ അവരെല്ലാം ഐക്യപ്പെടും ഒരു കുറ്റവാളിക്കെതിരെ എന്നൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ടോ ഈ സംഭവം? ഞാനിതിനെ കുറച്ചും കൂടി വേറെ രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പണിയായിരുന്നു നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിക്കകത്ത് ഒന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ്.